നിങ്ങളുടെ ഫേവറേറ്റ് ഷോസ് ഇനി ഒരിക്കലും മിസ്സാവില്ല. ഇപ്പോൾ C5 കാണും നിങ്ങളുടെ ഫേവറേറ്റ് ഷോ തികച്ചും സൗജന്യമായി. പൊന്നാങ്ങൾ അഴിയണ്ണം പോയിട്ടും നിന്റെ മുഖത്തിനും രൂപത്തിനും സംസാരത്തിനൊന്നും ഒരു ഭാവമാറ്റം ഇല്ലല്ലോ. എന്ത് ഭാവമാറ്റം വേണമെന്നാ നീ പറഞ്ഞു വരുന്നത്? ഞാൻ ഇവിടെ കിടന്ന് നെഞ്ചത്തടിച്ച് കരയണോ? അതോ എന്റെ ഏട്ടൻ ഇങ്ങനെ ഒരു ഗതി വന്നല്ലോ എന്നോർത്ത് കണ്ണീരൊലിപ്പിച്ച് കട്ടിലപ്പടിയിൽ ചാരിയിരിക്കണം? ഒന്ന് പോടിയോടുന്നു. ഇതേ ജാസ്മിന, ഉടയാത്ത മനസ്സും എന്ത് നേരിടാൻ ചങ്കൂറ്റവുമുള്ള ജാസ്മിൻ. ജതിൻ ചെയ്ത തെറ്റിനുള്ള ശിക്ഷയാ ഈ ജയിൽവാസം. തെറ്റ് ചെയ്തവൻ ശിക്ഷ അനുഭവിക്കുക തന്നെ വേണം. അതെ, അങ്ങനെ ഒരു ബോധം നിനക്കുള്ളത് നല്ലതാ. പക്ഷേ തെറ്റ് ചെയ്തവരും മാത്രമല്ല, ആ തെറ്റിന് പ്രേരിപ്പിക്കുന്നവരും കൂടെ നിൽക്കുന്നവരും കൂടി ശിക്ഷ അനുഭവിക്കണം. അങ്ങനെ നോക്കുമ്പോ നീയും അഴി എണ്ണേണ്ടവള് തന്നെയാ. തോന്നിയാസം പറഞ്ഞാലുണ്ടല്ലോ, ഞാൻ എന്ത് തെറ്റെയ്തെന്നാ നീ പറയുന്നത്? തെറ്റുകൾ മാത്രമല്ലേ നീ ചെയ്തിട്ടുള്ളൂ? അതിലിപ്പോ എടുത്തു പറയാൻ എന്തിരിക്കുന്നു? ചതിയും വഞ്ചനയും അത്യാഗ്രഹവും കൈമുതലായിട്ടുള്ള നീ ആങ്ങളെ ജയിലിലാക്കിയതിനു ശേഷവും ഇവിടെ ഇങ്ങനെ ചുറ്റിക്കറങ്ങുന്നത് എന്തിനാ? എന്താ നിന്റെ ഉദ്ദേശം? എന്റെ ഉദ്ദേശം വ്യക്തമായിട്ട് നിനക്കറിയാവുന്നതല്ലേ. ഇനി ഞാനത് വിശദീകരിക്കേണ്ട കാര്യമുണ്ടോ? കാര്യമുണ്ട്. വിശാൽ സാറിനെ സ്വന്തമാക്കണമെന്നുള്ള നിന്റെ ഉദ്ദേശം നടക്കില്ലെന്ന് ഞാൻ പല ആവർത്തി പറഞ്ഞു കഴിഞ്ഞതാ. അഥവാ അങ്ങനെയൊന്നും സംഭവിച്ചാൽ തന്നെ ജയിലിൽ ചാടി വന്നിട്ടാണെങ്കിലും ജതിൻ വിശാൽ സാറിനെ കൊന്നിരിക്കുമെന്ന് പറഞ്ഞിട്ടാ ജയിലിലേക്ക് പോയത്. അങ്ങനെയുള്ള സന്ദർഭത്തിൽ നേരാങ്ങളെ സ്നേഹിക്കുന്ന ഒരു നേർപ്പെങ്ങളും സ്വയം വിധവയാവാൻ ഒരുങ്ങില്ലല്ലോ. മാത്രമല്ല, വിശാൽ സാറിന്റെ ജീവന് ഭീഷണി ഉള്ളപ്പോ ആ ജീവൻ സംരക്ഷിക്കേണ്ടത് എന്റെ ആവശ്യമാണ്, എന്റെ കടമയാണ്. അപ്പോ എങ്ങനെ നോക്കിയാലും നിങ്ങൾ തമ്മിലുള്ള വിവാഹം നടക്കില്ല. വിശാലിനെ കൊല്ലാന്നുള്ളത് ജതിന്റെ ആവശ്യം, വിശാലിനെ സ്വന്തമാക്കാന്നുള്ളത് എന്റെ ആവശ്യവും ആഗ്രഹവുമാണ്. എന്റെ ആഗ്രഹം നടന്നതിന് ശേഷമല്ലേ ജതിൻ വിശാലിനെ കൊല്ലുള്ളൂ. അങ്ങനെ സംഭവിച്ചാലും നേട്ടം എനിക്ക് തന്നെയാണല്ലോ. അതെ, വ്യാമോഹ, വെറും വ്യാമോഹം. വിശാലിന്റെ ഭാര്യയായി കഴിഞ്ഞ സ്വത്തുക്കളെല്ലാം നിന്റെ പേരിലാകും എന്നുള്ള വ്യാമോഹം. എന്റെ പേരിലുള്ള സ്വത്തുവകകൾ നിന്റെ പേരിലേക്ക് മാറ്റണമെങ്കിൽ എന്റെ അനുവാദം വേണമെന്ന് നീ ഇതുവരെ ചിന്തിച്ചിട്ടുണ്ടോ? ഞാൻ അതിന് സമ്മതം മൂളൂന്ന് നീ കരുതുന്നുണ്ടോ? നിന്നെക്കൊണ്ട് സമ്മതം മൂളിക്കാൻ കഴിവുള്ളവര് ഈ വീട്ടിനകത്തുണ്ടെന്ന് നീ മറന്നുപോയോ? അവരെ കൊണ്ട് നിന്നെ ഞാൻ സമ്മതം മൂളിപ്പിക്കും. നീ അനുസരണയുള്ള നല്ല കുട്ടിയല്ലേ, നീ അവരെ അനുസരിക്കും. വിശാൽ സാറിനെയോ അച്ഛനെയോ അച്ഛമ്മയോ ആണ് നീ ഉദ്ദേശിച്ചതെങ്കിൽ അവിടെയും നിനക്ക് തെറ്റി ജാസ്മിനെ. ആ മൂവരും നന്മ മരങ്ങളാ, ഒരിക്കലും തിന്മയ്ക്ക് കൂട്ടു നിൽക്കുന്നവരല്ല. നീ തിന്മയാണ്. നിന്റെ ചിന്താഗതി അല്ല അവരുടേത്. അതുകൊണ്ട് നിന്റെ ആഗ്രഹം ഒരിക്കലും നടക്കാനും പോകുന്നില്ല. ഇനി എന്താ വേണ്ടെന്ന് നിനക്ക് തന്നെ തീരുമാനിക്കാം. ഈ ഔട്ട് ഹൗസിൽ നിന്ന് പോലും നിന്നെ നടുറോഡിലേക്ക് ഇറക്കാൻ അധികാരമുള്ളവളാണ് പാർവതി എന്ന് നീ ഓർത്തിരിക്കുന്നത് നല്ലതാ. ഓർക്കണം. ചേച്ചി, ഞാനേ ചേച്ചി പുറത്തൊന്നും കാണാത്തോണ്ട് ഇങ്ങോട്ട് വന്നേ. പിന്നെ നമ്മുടെ അഡ്വക്കേറ്റ് നമ്പ്യാർ സാർ വിളിച്ചിരുന്നു. ഇവിടുത്തെ കാര്യങ്ങൾ എന്തായെന്നൊക്കെ അറിയാൻ വേണ്ടി വിളിച്ചതാ. ചേച്ചി ചേച്ചി ഈ ലോകത്തൊന്നും അല്ലേ? ഞാൻ പറഞ്ഞോളം കേട്ടായിരുന്നോ? അതെന്താ, ഞാൻ ബദരിയാണെന്ന് കരുതിയോ നീ?
നീ പറയുന്നത് കേൾക്കാൻ നിന്റെ മുഖത്ത് തന്നെ നോക്കണമെന്ന് നിയമമൊന്നുമില്ലല്ലോ. എന്റെ അമ്മോ, ഇതെന്താ രാവിലെ ഒരു ഉടക്കമൂട്? ഇടത്ത് വാക്കാണോ എഴുന്നേറ്റത്? ദേ പ്രതാപ, എന്നെ കൊണ്ടൊന്നും പറയിപ്പിക്കരുത്, പറഞ്ഞേക്കാം. ചേച്ചി ഇങ്ങനെ ചൂടാവാതെ എന്താ പ്രശ്നമെന്ന് വാ തുറന്ന് പറ. അറിഞ്ഞോ അറിയാതെയോ ശേഖരേട്ടനെ കുറിച്ച് നമ്മൾ സംസാരിച്ചതിന് ശേഷം മനസ്സിൽ വല്ലാത്തൊരു അങ്കലാപ്പ്. ശേഖരേട്ടൻ ജയിലിൽ കിടക്കാൻ തുടങ്ങിയിട്ട് ഇപ്പൊ വർഷം എത്രയായി? ഇതിനിടയ്ക്ക് ഒരു പ്രാവശ്യം പോലും നീയോ ഞാനോ ഒന്ന് പോയി കണ്ടിട്ട് പോലുമില്ല. എന്തിന്? ബന്ധം വേർപെടുത്തിയ ഭർത്താവിന്റെ ക്ഷേമം അന്വേഷിച്ച് ഏതെങ്കിലും ഭാര്യമാര് പോവോ? അതും സെൻട്രൽ ജയിലിലേക്ക്. ചേച്ചി എന്തിനാ ഈ ആവശ്യമില്ലാത്ത കാര്യങ്ങളൊക്കെ ചിന്തിച്ചു കൂട്ടുന്നേ? അങ്ങനെയല്ല പ്രതാപ. കണക്ക് കൂട്ടി നോക്കിയാൽ കൊലപാതക കുറ്റത്തിന് ലഭിച്ച ജീവപര്യന്തം 14 വർഷം. പിഴ അടയ്ക്കാൻ കഴിഞ്ഞില്ലെങ്കിൽ അതിന് 1-2 വർഷം കൂടി. അപ്പം മൊത്തം 16 വർഷം. ശരിയല്ലേ? ചേച്ചി എന്നോട് തന്നെ ചോദിക്കണം. ഞാൻ ഈ മാത്തമാറ്റിക്സിൽ വട്ടപൂജയാണെന്ന് എത്ര പ്രാവശ്യം പറയണം? അതെ, 16 വർഷം. അതായത് ശിക്ഷയുടെ കാലാവധി ഇപ്പൊ തീരുന്നു എന്നർത്ഥം. ഒരുപക്ഷെ ആളിപ്പോ പുറത്തിറങ്ങിയിട്ടുണ്ടാവാം. ഏതായാലും നീ അതൊന്നു പോയി അന്വേഷിക്കണം. എന്തിന്? അതിന്റെ ഒരു ആവശ്യമില്ല. ആളിയൻ ഈ 16 വർഷത്തിനിടയിൽ മരിച്ച് മണ്ണോട് ചേർന്നിട്ടുണ്ടെങ്കിലോ? ഇല്ല, ഒരിക്കലും അങ്ങനെ സംഭവിക്കില്ല. കാരണം ഞങ്ങളുടെ വിവാഹ ജീവിതം തുടങ്ങുന്നതിന് മുൻപുള്ള ജാതക പരിശോധനയില് ശേഖരേട്ടന് ദീർഘായുസ പറഞ്ഞിട്ടുള്ളത്. ഓ പിന്നെ, ജയിൽ വാസവും പറഞ്ഞിരുന്നു. അത് സത്യമായ സ്ഥിതിക്ക് മരണവും സംഭവിച്ചിട്ടില്ല എന്നുറപ്പിക്കാം. ഇരുളടഞ്ഞ ഇടനാഴികളുള്ള ജയിൽ മുറിയിലെ അരണ്ട വെളിച്ചത്തിൽ ഏകനായി 16 വർഷം നരകയാതന അനുഭവിച്ച പമ്പര വിഡ്ഢി. അസ്തമയത്തിന് ശേഷമുണ്ടാകുന്ന ഇരുട്ട് കത്തിജ്വലിച്ചുയരാൻ പോകുന്ന പ്രകാശത്തിന്റെ ആരംഭമാണ്. ആ പ്രകാശത്തിൽ നിന്റെ കണ്ണുകൾ മഞ്ഞളിക്കും. ആ പ്രകാശരശ്മികൾ തീജ്വാലകളായി നിന്റെ മേൽ പതിക്കാൻ ഇനി അധിക നാളില്ല. കരുതിയിരുന്നു നീ, ഉദയത്തിനുള്ള സമയമായി. കിഴക്ക് ദിക്ക് ചുവന്നു തുടങ്ങി. ചേച്ചി അയാൾ ശിക്ഷ കഴിഞ്ഞ് ഇറങ്ങിയിട്ടുണ്ടെങ്കിൽ പട്ടിണി മാറ്റാനുള്ള വഴി നോക്കി എങ്ങോട്ടെങ്കിലും പോയിട്ടുണ്ടാവും. ചിലപ്പോ ഈ നാട് തന്നെ ഉപേക്ഷിച്ച് പോയിട്ടുണ്ടാവും. ഒരു തിരിച്ചുവരവിന് വേണ്ടിയുള്ള കാത്തിരിപ്പായിരുന്നു 16 വർഷം. ഞാൻ തിരിച്ചു വന്നിരിക്കും. അതോടെ നീ സ്വപ്നം കാണുന്ന സാമ്രാജ്യത്തിന്റെ അടിത്തറ ഇളകും. ഇളക്കി മറിക്കും ഞാൻ. എന്റെ കാത്തിരിപ്പിന്റെ ലക്ഷ്യം അതുമാത്രമാണ്. ഡൗൺലോഡ് ചെയ്യൂ C5 ആപ്പ്. കാണൂ എല്ലാ എപ്പിസോഡുകളും സൗജന്യമായി.